ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നത് ടൈപ്പ് 1, ടൈപ്പ് 2 എന്നിങ്ങനെ 2 തരത്തിലുള്ള പ്രമേഹ രോഗികളുടെയും കണ്ണിൻ്റെ അകത്തെ പാളിയായ റെറ്റിനയെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. ഇത് പ്രധാനമായും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ഉണ്ടാവുന്നത്. പ്രമേഹം എത്രകാലം നീണ്ടു നിൽക്കുന്നുവോ അത്രയും തന്നെ രോഗം പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് നീർക്കെട്ട് വരികയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യും. അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പുകവലി എന്നിവയും അപകട സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ആരംഭഘട്ടത്തിൽ രോഗികൾക്ക് പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും തോന്നാതിരിക്കാം. എന്നാൽ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ കണ്ണ് ഡോക്ടറെ കാണുകയും കണ്ണ് പരിശോധന നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ കണ്ടെത്തി ശരിയായ ചികിത്സ ലഭിച്ചാൽ കാഴ്ച നഷ്ടപ്പെടുന്നത് തടയാനോ വൈകിക്കാനോ സാധിക്കും. ഡയബറ്റിക് മാക്കുലർ എഡിമയാണ് പ്രമേഹ രോഗികളിൽ കാഴ്ച നഷ്ടപ്പെടാനുള്ള ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാരണം. മാക്കുല എന്നാൽ കാഴ്ചയ്ക്കും നിറം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന കണ്ണിലെ ഒരു പ്രധാന ഭാഗമാണ്. ഡയബറ്റിക് മാക്കുലർ എഡിമ വന്നാൽ രക്തമോ ദ്രവമോ മാക്കുലയിൽ ചോർന്ന് വീക്കം ഉണ്ടാക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ആദ്യഘട്ടമായ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ റെറ്റിനയിലെ ചെറു രക്തക്കുഴലുകൾ ദുർബലമായി അതിലൂടെ രക്തവും ദ്രവവും ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ രണ്ടാം ഘട്ടമായ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ചില രക്തക്കുഴലുകൾ മൂടിപ്പോവും. കണ്ണിൽ ഓക്സിജൻ ലഭിക്കുന്നതിനു വേണ്ടി പുതിയ രക്തക്കുഴലുകൾ വളരുമെങ്കിലും വളരെ ദുർബലമായതിനാൽ ഇവ പൊട്ടി കണ്ണിലെ വിട്രിയസ് ഭാഗത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയും കാഴ്ച നഷ്ടമാവുകയും ചെയ്യും. കൂടുതൽ രക്തക്കുഴലുകൾ വളരുന്നതുമൂലം കണ്ണിൽ പാടുകൾ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി റെറ്റിന പൊട്ടിപ്പിരിയുകയോ കണ്ണിലെ സമ്മർദ്ദം ഉയരുകയോ ചെയ്യും. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഏത് ഘട്ടത്തിലും കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ലക്ഷണമൊന്നും തോന്നാത്ത സാഹചര്യത്തിലും കണ്ണുപരിശോധന നിർബന്ധമായും നടത്തണം. ചില രോഗികളിൽ ആദ്യമേ തന്നെ കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുകയോ കണ്ണിനു മുന്നിലായി പുള്ളികൾ പോലെ കാണപ്പെടുകയോ ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. കാഴ്ച നഷ്ടത്തിൻ്റെ കാരണം അനുസരിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഡയബറ്റിക് മാക്കുലർ എഡിമയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ആൻറ്റി-VEGF തെറാപ്പിയാണ്. ഇത് പുതിയ ദുർബലമായ രക്തക്കുഴലുകളുടെ വളർച്ച തടഞ്ഞ് കണ്ണിൻ്റെ കേടുപാടുകൾ ഒഴിവാക്കുന്നു. പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ലേസർ ഫോട്ടോ കൊയാഗുലേഷൻ ചികിത്സയാണ് ചെയ്യുന്നത്. ഇതിലൂടെ പുതിയ രക്തക്കുഴലുകളുടെ വളർച്ച തടയുകയും അവ പൊട്ടി കണ്ണിനുള്ളിൽ രക്തസ്രാവം നടക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. VEGF പുതിയ രക്തക്കുഴലുകളുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നതിനാൽ ആൻറ്റി-VEGF ചികിത്സയും ഇവിടെ സഹായകമാണ്. ചികിത്സകൾ ഫലപ്രദമാണെങ്കിലും പ്രമേഹരോഗം കണ്ടെത്തുന്ന നിമിഷം മുതൽ തന്നെ നേത്രപരിശോധന ആരംഭിക്കണം. ഗർഭിണിയായിരിക്കെ പ്രമേഹം പിടിപെട്ടാൽ രോഗം കണ്ണിനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ കണ്ണ് പരിശോധന കൂടുതൽ ഇടവേളകളിൽ നടത്തണം. രക്തത്തിലെ പഞ്ചസാര, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ കർശനമായി നിയന്ത്രിക്കുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി തടയാനും അതിൻ്റെ പുരോഗതി പിടിച്ചു നിർത്താനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുകയും ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ണിനെ നമുക്ക് സംരക്ഷിക്കാം.